ഹായ്, ഇന്ന് നമുക്കൊരു ഈസി റെസിപ്പി നോക്കാം. രണ്ട് ഐറ്റം മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 4 മണിക്ക് ചായയുടെ ഒക്കെ തിന്നാൻ നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്തായിട്ടിരിക്കും. അതിന് ഞാൻ ആകെ ഈ പഴുത്ത പഴം, കുഞ്ഞു പഴം ഉണ്ടല്ലേ, ആ പഴം നല്ല പഴുത്ത് കിളിഞ്ഞ പഴമാണ്. അത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഞെവിടി ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് കൈ കൊണ്ട് ഞെവിടി ഈ പരുവത്തിന് ഞെവിടിയെടുക്കണം. അതിനകത്തൊരു കുറച്ച് സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് പുട്ടുപൊടിയാണേ, പുട്ടുപൊടി മാത്രമേ ഉള്ളത്. പുട്ടുപൊടി ആവശ്യത്തിനിട്ട് ആ പഴത്തിൻ്റെ അകത്തൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ആ പഴവും ആ പുട്ടുപൊടിയും കൂടെ നമുക്ക് കുഞ്ഞ് ഉരുളകളാക്കി എടുക്കാൻ പറ്റത്തക്ക രീതിയിലാക്കി എടുക്കണം. ഇതുപോലെ കൊച്ചുരുളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കണം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് കുഞ്ഞു ഉരുളയാക്കി അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലെ തീ വയ്ക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് നമുക്ക് കുറച്ച് തീയിലിട്ട് മൂപ്പിച്ചെടുത്ത് ഇതേപോലെ ഇതേപോലെ കിട്ടും. അത് പിന്നെ ഇതേപോലെ കുരുകുരാന്ന് പറഞ്ഞും കൊണ്ട് പറക്കി തിന്നാം. നല്ല സോഫ്റ്റാണ്, തിന്നാൻ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ആരെങ്കിലും നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് ഇതേപോലെ പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കി എടുക്കാം. പഴുത്ത പഴമൊക്കെ ചിലരെടുത്ത് കളയാറല്ലേ പതിവ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.